ഓക്കെ, അപ്പൊ നമ്മള് പറഞ്ഞത് നമുക്ക് ഈ ഒരു ബ്ലോക്ക് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള നമ്മൾക്ക് ഇന്നെ 3 ക്ലാസ്സും കൂടി ഉണ്ട്. അപ്പൊ ബാക്കി എനിക്ക് തോന്നുന്നു 3 ബ്ലോക്കാ വരുന്നത്, ആ സമയത്ത് എടുക്കാം നമുക്ക്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് ഇന്റർനാഷണൽ ബിസിനസിന്റെ ആ ഡെഫിനിഷനകത്ത് വരുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു പറഞ്ഞത്. ഇന്റർനാഷണൽ ബിസിനസ് മീൻസ് ഓൾ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ക്യാരിഡ് ഔട്ട് ബിയോണ്ട് ദി ബൗണ്ടറി ഓഫ് കൺട്രി. ട്രാൻസിഷൻ ആണ് ഇവിടെ കമേഴ്ഷ്യൽ ട്രാൻസിഷൻ ആ പറയുന്നത്. വാട്ട് ഈസ് ട്രാൻസിഷൻ? ട്രാൻസിഷൻ മേ ബി ഇൻവെസ്റ്റ്മെന്റ്, പ്രൊഡക്ഷൻ, ട്രേഡ്, മാനേജ്മെന്റ് എക്സെട്ര. എന്താവാം ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ സാധനങ്ങൾ വാങ്ങുക, വേറെ ഒരു കൺട്രീന്റെ കമ്മോഡിറ്റി വാങ്ങുക, ഇവിടെ ഇന്ത്യയിലുള്ള പ്രോഡക്റ്റ് അമേരിക്കയിൽ സെയിൽ ചെയ്യുക, അത് മാത്രമല്ല കമേഴ്ഷ്യൽ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ടൂറിസം, അഡ്വർടൈസ്മെന്റ് എല്ലാം വരുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ മുഴുവനും വരും. പിന്നെ അതേപോലെ തന്നെ ട്രാൻസിഷൻ റിലേറ്റഡ്, ട്രാൻസിഷൻ എന്തൊക്കെയാന്ന് പറയുന്നത്? ട്രാൻസിഷൻ മേ ബി റിലേറ്റഡ് ടു സർവീസ്, ഗുഡ്സ്, എയ്ഡ് ടു ട്രേഡ്, എയ്ഡ് ടു സർവീസ്. ഓക്കെ, ട്രേഡ് ആവാ അല്ലെങ്കിൽ സർവീസ് ആവാ. എയ്ഡ് ടു ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിനെ ഹെൽപ്പ് ചെയ്യുന്നതാ. ട്രേഡിനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ബാങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും, ഇൻഷുറൻസ്, പിന്നെ സർവീസും ആവാം. അപ്പൊ എല്ലാം ബിറ്റ്വീൻ കൺട്രീസ് ആണെങ്കിൽ, ഒരു കൺട്രി അല്ല കൺട്രികൾ തമ്മിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. then ഇമ്പോർട്ടൻസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസ് ഇപ്പൊ നമ്മളിപ്പം കുറെ ഇപ്പം റീസെന്റ് അല്ല, ഇപ്പൊ നമ്മൾ വെസ്റ്റേൺ കൾച്ചർ നന്നായിട്ട് അല്ലെ, പല ഈവൻ കുട്ടികള്, ചെറിയ കുട്ടികള് ഇപ്പം വെസ്റ്റേൺ കൾച്ചറൊക്കെ നന്നായിട്ട് നമ്മളെക്കാളും കൂടുതൽ നമ്മളെ കുട്ടികളെയൊക്കെ എടുത്ത് നോക്കുമ്പോൾ, വീട്ടിലുള്ള ചെറിയ കുട്ടികളെ നോക്കുമ്പോൾ അവര് മെജോറിറ്റി അവര് ഫോളോ ചെയ്യുന്നത് വെസ്റ്റേൺ കൾച്ചറിന്റെ ഒരു എന്താ പറയാ ഒരു ടെൻഡൻസി ഫോളോ ചെയ്യുന്നതായിട്ട് വരും, കണ്ടുവരുന്നുണ്ട്. ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിക്കുന്നത് കൊണ്ടായിരിക്കും പല കുട്ടികളും. നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരെ കൾച്ചർ അറിയുന്നത്? ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പൊ അമേരിക്കയിൽ നിന്ന് വന്ന ചിലപ്പോ ഒരു എന്താ പറയാ അമേരിക്കയിലുള്ള ഒരു സിറ്റിസൺ ഇന്ത്യയിൽ വന്നാല് അവര് പ്രിഫർ ചെയ്യുന്നത് നമ്മളെ ഇന്ത്യൻ സാരിയൊക്കെ, ഇന്ത്യൻ ഡ്രസ്സൊക്കെ ധരിച്ച് അല്ലെ, കേരളത്തിലൊക്കെ വന്നാല് കേരള ഡ്രസ്സൊക്കെ ധരിച്ച് നമ്മളെ ഇലയിലൊക്കെ സദ്യ കഴിക്കാൻ, അതൊക്കെയാണ് അവര് ആഗ്രഹിക്കുന്നത്. പക്ഷെ നേരെ ഓപ്പോസിറ്റ് നമ്മള് നമ്മളിൽ കുറച്ചാൾക്കെങ്കിലും പിന്നെ ആഗ്രഹിക്കുന്നത് എന്താ പറയാ ഒരു ഫോറിനറെ പോലെ അങ്ങനെയുള്ള ഡ്രസ്സും കാര്യങ്ങളും, അങ്ങനെ ഒരു അടിച്ചുപൊളിച്ച് ലൈഫ് അങ്ങനെ ആഗ്രഹിക്കുന്നവരും ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കൾച്ചറിനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയിട്ടും ഒരു അവയർനെസ് എങ്ങനെയാ വന്നത്? നമ്മളെ കൾച്ചർ ഫോറിനേഴ്സ് അറിയുന്നു, ഫോറിനർ ഫോളോ ചെയ്യുന്ന കൾച്ചർ നമ്മൾ മനസ്സിലാക്കുന്നു, അതെല്ലാം എങ്ങനെയാ വന്നത്? അതെല്ലാം അതെല്ലാം നമ്മൾ അറിയാനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഈ ഇന്റർനാഷണൽ ബിസിനസ്സാണ്. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇമ്പോർട്ടൻസിൽ വരുന്ന ഒരു പോയിന്റ് ആണ് അവയർനെസ് അബൌട്ട് ഡിഫറെന്റ് കൺട്രീസ് ഓഫ് ദി വേൾഡ്. നമ്മൾ പല കൺട്രീസിന്റെ കൾച്ചറൽ കാര്യങ്ങൾ, സോഷ്യൽ, പൊളിറ്റിക്കൽ, എൻവയോൺമെന്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ഈ ഇന്റർനാഷണൽ ബിസിനസ് വരുന്നത് കൊണ്ടാണ്. അതായത് ഇപ്പൊ നമ്മള് ഇന്റർനാഷണൽ ബിസിനസ് കൺട്രികൾ തമ്മിലുള്ള ബിസിനസ് ആണ്. അപ്പൊ ഒരു കൺട്രീനെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പൊ ചൈനയിൽ ഫസ്റ്റ് നമ്മൾ കോവിഡ് റിപ്പോർട്ട് ചെയ്തല്ലേ, അപ്പൊ ഇന്ത്യയിൽ ഉള്ള ഒരുപാട് ബിസിനസ് ചൈന ഷെയർ ഇടുന്നുണ്ടെങ്കിൽ, ചൈനയുടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ ഉള്ള ഒരുപാട് ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചൈനയിലുള്ള കോവിഡിന്റെ സിറ്റുവേഷൻ ഇന്ത്യയെ വളരെ നെഗറ്റീവായ രീതിയിൽ എഫക്ട് ചെയ്യായിരുന്നു. അപ്പൊ ഒരു കൺട്രിക്ക് ഇപ്പം കോവിഡ് എല്ലാ കൺട്രീനെ എഫക്ട് ചെയ്തില്ലേ, അതേപോലെ ഇന്റർനാഷണൽ ബിസിനസ് ശരിക്കും നമ്മളിപ്പം ഒരു കൺട്രിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളിപ്പോ അമേരിക്കയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇന്ത്യ അമേരിക്കയിലാണ് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ആലോചിക്കുക, അമേരിക്കയിലുള്ള എൻവയോൺമെന്റ്, ഇക്കണോമിക് എൻവയോൺമെന്റ് അമേരിക്കയിലെ എന്തെങ്കിലും നെഗറ്റീവായ രീതിയിൽ വന്നാല് അമേരിക്കയിലുള്ള നമ്മളെ ബിസിനസ്സിനെ അത് നല്ല രീതിയിൽ ബാധിക്കും. അപ്പൊ അതിന്റെ ശരിക്കും അത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നത് ഇന്ത്യയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുമ്പോൾ ഒരു കൺട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം എന്തായിരിക്കും ചെയ്യേണ്ടി വരിക? ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമുക്ക് ഏത് കൺട്രിയിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഏതായിരിക്കും ബെറ്റർ? ഒരു കൺട്രിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യലാണോ അതോ ഒന്നിൽ കൂടുതൽ കൺട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ ബെറ്റർ? ഏതായിരിക്കും? ഇൻവെസ്റ്റ്മെന്റ് ഇൻ മോർ ദാൻ വൺ കൺട്രി. എന്താ അതിന്റെ റീസൺ? അതായത് ഒരു കൺട്രിയിൽ ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യ എല്ലാ ബിസിനസ് അമേരിക്കയിൽ മാത്രമേ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമേരിക്കയില് പൊളിറ്റിക്കൽ പാർട്ടിയിലോ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഇപ്പൊ അമേരിക്കയിൽ കോവിഡ് എല്ലാം കൂടി വരുന്ന അമേരിക്കയിലെ ബിസിനസ് ഫുള്ളും എന്താ പറയാ ക്ലോസിംഗ് വൈൻഡിങ് അപ്പിലേക്ക് പോകുന്നു. അപ്പൊ നമ്മളെ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസിനെ കൂടി അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പൊ നമ്മളെ മുഴുവൻ ഫണ്ടും അമേരിക്കയിലായതുകൊണ്ട് അമേരിക്കയിലുള്ള നെഗറ്റീവ് സിറ്റുവേഷൻ നമ്മളെ നന്നായിട്ട് ബാധിക്കും. അതിന് പകരം കുറച്ച് അമേരിക്കയിലുള്ള ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തു, ചൈനയിൽ ചെയ്തു, പിന്നെ വേറെ യൂറോപ്യൻ കൺട്രീസിൽ ചെയ്തു, അങ്ങനെ ഒത്തിരി കൺട്രീസിലേക്ക് ബിസിനസ് സ്പ്രെഡ് ചെയ്യുമ്പോൾ ലോസ് ഉണ്ടായാൽ കൂടി ഇപ്പോ അമേരിക്കയിലെ ബിസിനസ്സിന് നഷ്ടം വന്നു, പക്ഷെ യൂറോപ്യൻ കൺട്രീസിലുള്ള ബിസിനസിന്റെ അന്ന് ചിലപ്പോൾ ലാഭം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒരു ബിസിനസ്സിന് ലോസ് വന്നാലും വേറൊരു ബിസിനസിന്റെ പ്രോഫിറ്റ് വെച്ച് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്റർനാഷണൽ ബിസിനസ്സിൽ എൻഗേജ് ചെയ്യുമ്പോൾ rather than investing the entire amount in one country's business, it is better to spread the business all over the world. മനസ്സിലായ? ഒരു കൺട്രിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം പല പല കൺട്രീസിലേക്ക് ബിസിനസ് സ്പ്രെഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മളിവിടെ ഇമ്പോർട്ടൻസ് പറഞ്ഞത് അവയർനെസ് അബൌട്ട് ഡിഫറെന്റ് കൺട്രീസ് ഓഫ് ദി വേൾഡ്. നമ്മളെ ഇപ്പൊ ഇന്റർനാഷണൽ ബിസിനസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു കൺട്രി ഉണ്ടോ എന്ന് നമുക്ക് അല്ലെ നമുക്ക് ഡൗട്ട് ആയിരിക്കും, ഇങ്ങനെ ഒരു കൺട്രി ഉണ്ടോ, ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടോ. പക്ഷെ ഉണ്ടാകാം, നമ്മൾ ആ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പ്രോഡക്റ്റിന്റെ മുകളിൽ ഉണ്ടാവും മെയ്ഡ് ഇൻ ഇന്ന കൺട്രി ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് പുതിയ കൺട്രീസ്, ലോകത്തിലെ കൺട്രീസിനെ പറ്റിയിട്ടുള്ള അവയർനെസ് ഒക്കെ കിട്ടുന്നത് ഇന്റർനാഷണൽ ബിസിനസ് ഉള്ളത് കൊണ്ടാണ്. ദെൻ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇമ്പോർട്ടൻസിൽ വരുന്ന വേറൊരു പോയിന്റ് ആണ് ഇന്റർനാഷണൽ ബിസിനസ് ഫെസിലിറ്റേറ്റ് ദി പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ. അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഓഫ് ടെക്നോളജി ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഓഫ് മാനേജ്മെന്റ് ഉണ്ട്. അങ്ങനെ ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് പ്രൊഡക്ഷൻ സെന്റർ ഗ്ലോബലൈസ് ചെയ്യുക. പ്രൊഡക്ഷൻ സെന്റർ ഗ്ലോബലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിങ് പ്രൊഡക്ഷൻ സെന്റേഴ്സ് ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. ഇതാണ് ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് ഉണ്ട്. ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിങ് പ്രൊഡക്ഷൻ സെന്റർ മേ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വൺ കൺട്രി, but marketing centers are established in different part of the world. That is globalization of market. അല്ലെ, ഇന്ത്യയിൽ വെച്ച് തന്നെ ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മളെ കൺട്രി അമേരിക്കയിൽ വെച്ച് പ്രൊഡക്ഷൻ നടത്തുന്നു, ചൈനയിൽ നിന്ന് പ്രൊഡക്ഷൻ നടത്തുന്നു. അതാണ് ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ദെൻ ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊഡക്ഷൻ ഇന്ത്യയിൽ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പക്ഷെ ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അമേരിക്കയിൽ സെയിൽ ചെയ്യുന്നു, ചൈനയിൽ സെയിൽ ചെയ്യുന്നു, യൂറോപ്യൻ കൺട്രീസിൽ സെയിൽ ചെയ്യുന്നു. അതാണ് ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ്. ദെൻ ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇൻവെസ്റ്റ് ചെയ്യുക, പല പല കൺട്രിയിലുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഷെയർ എടുക്കുക. ഇപ്പൊ അമേരിക്കയിലുള്ള കമ്പനിയിൽ ഷെയർ എടുക്കുക. അത് ഷെയർ എന്നല്ല നമ്മൾ പറയാ ADR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നാണ് യൂസ് ചെയ്യുന്ന ടേം. ഷെയർ അല്ല, ഡെപ്പോസിറ്ററി റെസിപ്റ്റ്. അതൊന്നും നമ്മൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇന്റർനാഷണൽ ബിസിനസ് ഫെസിലിറ്റേറ്റ് പ്രോസസ് ഓഫ് ഗ്ലോബലൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. Then diffusion of technology. Diffusion of technology എന്ന് പറഞ്ഞാല് നമ്മൾ എങ്ങനെയാണ് how we obtain modern technology. നമ്മളിപ്പം ഇന്ത്യയിലുള്ള ഒരു കമ്പനി, that company may be make use of technology developed by America, Russia or Japan, അല്ലെ? നമുക്കൊന്നും പറയാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീനറി ചിലപ്പോൾ ജപ്പാൻ മെയ്ഡ് മെഷീനറി ആയിരിക്കും നമ്മളെ കമ്പനി യൂസ് ചെയ്യുന്നത്. അതാണ് ഡിഫ്യൂഷൻ ഓഫ് ടെക്നോളജി. ദി ടെക്നോളജി ഡെവലപ്ഡ് ഇൻ വൺ പാർട്ട് ഓഫ് ദി വേൾഡ് ക്യാൻ ബി മേക്ക് യൂസ് ഓഫ് ബിസിനസ് ഇൻ അതർ പാർട്ട് ഓഫ് ദി കൺട്രി. അതാണ് ഡിഫ്യൂഷൻ ഓഫ് ടെക്നോളജി. ഇപ്പൊ നിങ്ങള് ഫോട്ടോ കോപ്പിക്ക് നമ്മൾ പറയുന്ന പേരാണ് അല്ലെ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, സിറോക്സ് എന്ന് പറയും. ചില ആൾക്കാർ സിറോക്സ് എന്ന് തന്നെ പറയുന്നുണ്ട്. ശരിക്കും സിറോക്സ് എന്ന് പറയുന്നത് ഫോട്ടോ കോപ്പി എടുക്കുന്ന അല്ലെ, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് സിറോക്സ് എടുക്കുക. പക്ഷെ സിറോക്സ് എന്ന് പറഞ്ഞാല് പിന്നെ ജപ്പാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഫോട്ടോ കോപ്പി മെഷീന്റെ പേരാ. അപ്പൊ അത് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു പേര് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക എന്നുള്ളത് നമ്മൾ ആ ഒരു കമ്പനിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അത് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. ഡിഫ്യൂഷൻ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ടെക്നോളജി അവൈലബിൾ ആകുന്നത്. ഇപ്പൊ ഇന്ത്യയിലുള്ള ഏറ്റവും റൂറൽ ഏരിയയിലുള്ള ഒരു ബിസിനസ് അമേരിക്കൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഒരു കൺട്രി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി വേറൊരു കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് ഡിഫ്യൂഷൻ ഓഫ് ടെക്നോളജി. ദെൻ കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ്.
ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഇന്ത്യയിലുള്ള കമ്പനികൾക്ക് ഏത് കൺട്രിയിൽ ചെന്നിട്ട് വേണമെങ്കിലും ബിസിനസ് നടത്താൻ വേണ്ടി പറ്റും. അതേപോലെ അമേരിക്കയിലുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്താം. അപ്പൊ അമേരിക്കയിലുള്ള കമ്പനി ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്തുമ്പോൾ അത് കോമ്പറ്റീഷൻ കൂട്ടും അല്ലെ, ഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാവും നമുക്ക് പറയാം. ഇന്ത്യയിലുള്ള സെയിം ബിസിനസ്സും അമേരിക്കൻ കമ്പനിയും തമ്മിലൊരു കോമ്പറ്റീഷൻ. അപ്പൊ ആ കോമ്പറ്റീഷനൊക്കെ അൾട്ടിമേറ്റ് റിസൾട്ട് ഗോസ് ടു കൺസ്യൂമേഴ്സ് in the form of quality goods at a cheaper rate and competitive environment. Then harmonized relationship. Harmonized relationship എന്ന് പറഞ്ഞാല് ഇപ്പൊ കൺട്രികൾ തമ്മിൽ നല്ല ഹെൽത്തി കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവുമ്പോൾ കൺട്രികൾ തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് ഈ കോവിഡിന്റെ സമയത്ത് നമ്മൾക്ക് കൺട്രികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെ, എത്ര യുദ്ധത്തിലാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്ക് കോവിഡിന്റെ സമയത്ത് നമ്മൾ ചൈനീസ് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഗവൺമെന്റിനോട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓക്സിജൻ ആയാലും അല്ലെങ്കിൽ മരുന്നുകളായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ റെഡിയാണെന്ന് അല്ലെ. അതേപോലെ ഇന്ത്യയെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോറിൻ കൺട്രികൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ ഈ നെഗറ്റീവിന്റെ നമ്മൾ ഈ ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ സിറ്റുവേഷന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കൺട്രികൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഭാഗം. നമ്മളെ ഗവൺമെന്റും ഫോറിൻ ഗവൺമെന്റും തമ്മിൽ ഒത്തിരി കോൺട്രാക്റ്റിലൊക്കെ എൻറ്റർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൺട്രികൾ തമ്മിൽ ഒരു ഹാർമോണിയസ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ബിസിനസ്. ദെൻ ബെറ്റർ യൂസ് ഓഫ് കൺട്രീസ് റിസോഴ്സസ്. ഇപ്പൊ നമ്മള് ഇവിടെ കൊക്കക്കോള ഏറ്റവും മൾട്ടിനാഷണൽ കമ്പനിയുടെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കൊക്കക്കോള. ഓക്കെ, കൊക്കക്കോളക്ക് എതിരായിട്ട് നമ്മൾ കുറെ ആൾക്കാർ നമ്മൾ അതിനെതിരായിട്ട് കുറെ സമരങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടതാണെങ്കിലും കൊക്കക്കോള ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയാ, ഗ്ലോബൽ കമ്പനി എന്ന് പറയാം. വേൾഡിൽ എല്ലാ സ്ഥലത്തും ഷെയർ മാർക്കറ്റിംഗിൽ ഷെയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു വലിയ ഹ്യൂജ് മൾട്ടിനാഷണൽ കമ്പനിയാണ് കൊക്കക്കോള. എല്ലാ സ്ഥലത്തും അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ആ കമ്പനിയുടെ ബ്രാഞ്ചസ്. അപ്പൊ അതിൽ ഇന്ത്യയും കൂടിയുണ്ട്. ഇന്ത്യയിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊക്കക്കോളന്റെ വാട്ട് ഇസ് ദ മെയിൻ റിസോഴ്സസ് ഫോർ പ്രൊഡ്യൂസിങ് കൊക്കക്കോള? എന്തായിരിക്കും കൊക്കക്കോളന്റെ ഏറ്റവും വലിയ റിസോഴ്സസ് കൊക്കക്കോള പ്രൊഡ്യൂസ് ചെയ്യുന്നതില്? കൊക്കക്കോളയിലെ റിസോഴ്സസ് എന്താ? മെയിൻ പാർട്ട് 70% എന്താ കൊക്കക്കോളയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്? വാട്ടർ അല്ലെ. അപ്പൊ വെള്ളം, അതാണ് കൊക്കക്കോളയിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ റിസോഴ്സസ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കൊക്കക്കോള അതിന്റെ ഫ്രാഞ്ചൈസി അതായത് ബ്രാഞ്ചസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ബെറ്റർ നമ്മൾ ഇത് ഇമ്പോർട്ടൻസിൽ ബെറ്റർ യൂസ് ഓഫ് കൺട്രീസ് റിസോഴ്സസ് എന്ന് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ നേരത്തെ നമ്മൾ പബ്ലിക് കമ്പനിയുടെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഒരേ പോയിന്റ് പഠിപ്പിച്ചതുപോലെ ഇതിലും നിങ്ങൾ പഠിക്കും. ഡിസഡ്വാൻറ്റേജസ് പറയുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ശരിക്കും ഇന്റർനാഷണൽ ബിസിനസ്സിൽ ഇവിടെ ഇമ്പോർട്ടൻസിൽ നിങ്ങൾ ബെറ്റർ യൂസ് ഓഫ് കൺട്രീസ് റിസോഴ്സസ് പറഞ്ഞു. അതായത് ഇന്ത്യയിൽ ഇപ്പൊ ഒരു ഫോറിൻ കമ്പനി ബിസിനസ് നടത്താൻ വരികയാണെങ്കിൽ നമ്മളെ റിസോഴ്സസ് നല്ല രീതിയിൽ യൂസ് ചെയ്യും. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, റിസോഴ്സസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നൊക്കെ നമ്മളെ കൺട്രീന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും. അതൊക്കെ ഇമ്പോർട്ടൻസിൽ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഡിസഡ്വാൻറ്റേജസിൽ സെയിം പോയിന്റ് നമ്മൾ മാറ്റി പറയുന്നുണ്ട്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഏറ്റവും കൂടുതൽ ഗോൾഡ് അല്ലെങ്കിൽ ഡയമണ്ട് മൈനിങ് വരുന്നത് ആഫ്രിക്കൻ കൺട്രീസിലാണ് അല്ലെ. നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഗോൾഡ് അല്ലെങ്കിൽ സ്വർണ്ണ കരികള് അല്ലെങ്കിൽ ഡയമണ്ട് കരികളൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ആഫ്രിക്കൻ കൺട്രീസിലാണ്. ആഫ്രിക്കൻ കൺട്രീസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് there is no proper environment protection act or child labor act. നമ്മൾ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ എന്താ പറയാ ചൈൽഡ് ലേബേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇന്ത്യ. കുട്ടികളെ കൊണ്ടൊന്നും പണിയെടുപ്പിക്കുന്നത് ഇന്ത്യയിൽ തടയുന്നുണ്ട്. ഇൻ കേസ് ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് പണിഷബിൾ ഒഫൻസ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് നിലവിലുണ്ട് ഇന്ത്യയിൽ. പൊല്യൂഷൻ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. പക്ഷെ ആഫ്രിക്കൻ കൺട്രീസില് ഇതൊന്നും തന്നെ ഇല്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ സൂപ്പർ പവേഴ്സ് ഉണ്ടല്ലോ, USA പോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസ് ഈ മൈനിങ് അതായത് ഗോൾഡിന്റെ ഒക്കെ ബിസിനസ് ആഫ്രിക്കൻ കൺട്രീസിൽ ഒരുപാട് ഗോൾഡ് മൈനിങ് കമ്പനികളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഡെവലപ്ഡ് കൺട്രീസ്. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത് ആഫ്രിക്കയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ഈ സൂപ്പർ പവർ നാഷണൽ ആയ USA, റഷ്യ അങ്ങനെയുള്ള കൺട്രികള് കമ്പനികൾ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇസ് ഇറ്റ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ആഫ്രിക്ക ആയിരിക്കുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ആഫ്രിക്കയുടെ ഡെവലപ്മെന്റിനായിരിക്കുമോ?
ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആഫ്രിക്കൻ കൺട്രീസിൽ അവിടെ ലേബർ പ്രൊട്ടക്ഷൻ ആക്ടോ അല്ലെങ്കിൽ ചൈൽഡ് ലേബർ ആക്ടോ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടോ ഒന്നും തന്നെ ഇല്ല. അത് അങ്ങനെ ഒന്നും ഇല്ലാന്ന് തന്നെ പറയാം. എംപ്ലോയീസിന് എത്ര സമയം വേണമെങ്കിലും പണിയെടുപ്പിക്കുന്നതിൽ സ്ലേവറി അല്ലെ, അടിമകളെ പോലെ പണിയെടുപ്പിക്കുന്നതിൽ അങ്ങനെ തടയുന്ന ഒരു ആക്ടും കാര്യങ്ങളും ഇപ്പം പോലും നിലവിലില്ല. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അമേരിക്കൻ ഡെവലപ്ഡ് കൺട്രി ആയ അമേരിക്ക ഇങ്ങനെ ഒരുപാട് ബിസിനസ് ആഫ്രിക്കയിൽ ഗോൾഡിന്റെ ബിസിനസ് ഒക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് ആഫ്രിക്കന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയായിരിക്കോ അതോ പിന്നെ അമേരിക്കയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കോ? അമേരിക്കയുടെ സംശയം എന്താ? അവിടെ ലാക്ക് ഓഫ് ലേബർ പ്രൊട്ടക്ഷൻ ആക്ട് ഒന്നും തന്നെ ഇല്ലാന്ന് പറഞ്ഞു. എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ടില്ല. ശരിക്കും അവരെ റിസോഴ്സസ് യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. യൂസ് എന്ന് പറയുന്നതിനേക്കാളും നല്ല ടേം എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ഇമ്പോർട്ടൻസിൽ പറയുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ബെറ്റർ യൂസ് ഓഫ് കൺട്രീസ് റിസോഴ്സസ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ഇമ്പോർട്ടൻസ് നമുക്ക് പറയാം, പോസിറ്റീവായ രീതിയിൽ അങ്ങനെ പറയുന്നു. കൺട്രീന്റെ റിസോഴ്സസ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും at the same time we can say that instead of using the term use we can use the term exploitation of resources. Okay, അത് ലിമിറ്റേഷൻ പറയുമ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് പറയാം. ദെൻ another ഇമ്പോർട്ടൻസ് ഹൈ റേറ്റ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് ഇന്ത്യയിൽ. അതുകൊണ്ടായിരിക്കും നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നേരത്തെ പറഞ്ഞില്ലേ, പല ഏരിയയിലേക്കും 100% ഫോറിൻ കോൺട്രിബ്യൂഷൻ ഒക്കെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ്, ഫോറിൻ കറൻസി ഏൺ ചെയ്യാനാണെന്നൊക്കെയാണ് റീസൺ പറയുന്നത്. അപ്പൊ ഇക്കണോമിക് ഡെവലപ്മെന്റ് കൂടുതലാണ്. സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ്. സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പൊ പല കൺട്രീസിൽ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ ഇന്ത്യയിലുള്ള കറൻസിയിൽ കുറച്ച് കുറഞ്ഞാലും അമേരിക്കയിലുള്ള ഡോളറിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അമേരിക്കയിൽ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡോളറാണ്, അവിടുത്തെ കറൻസി ഡോളറാ. അപ്പൊ ഇന്ത്യയിലുള്ള കറൻസിയിലുള്ള ഡിഫ്ലേഷൻ അമേരിക്കയിലുള്ള കറൻസിയിൽ ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ട് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ് എന്ന് പറഞ്ഞാല്. അതായത് ഇപ്പൊ ഒരാള് ബിസിനസ് ഇന്ത്യയിൽ മാത്രം നടത്തുന്നത്, അപ്പൊ ഇന്ത്യയിലുള്ള കറൻസിയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ആ ബിസിനസിനെ നല്ല രീതിയിൽ ബാധിക്കും. പക്ഷെ പല കൺട്രികളിൽ പല കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കറൻസിയിൽ ഉണ്ടാവുന്ന ഡിഫ്ലേഷൻ വേറൊരു കറൻസിയിലുള്ള ഇൻഫ്ലേഷൻ കൊണ്ട് നമ്മൾക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ്. ദെൻ ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ്, റോ മെറ്റീരിയൽ അല്ലെ, ഇന്റർനാഷണൽ ബിസിനസ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ ആയിരിക്കും. ഇപ്പൊ ഗൾഫ് കൺട്രീസിലാണ് ഏറ്റവും കൂടുതൽ നമ്മള് കോൾ പ്രോഡക്റ്റ്, അതായത് നമ്മളെ ഓയിൽ, കോൾ, അതൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഗൾഫ് കൺട്രി, അറേബ്യൻ കൺട്രീസിലാണ്. അപ്പൊ പല അമേരിക്കൻ കമ്പനികളും അറേബ്യൻ, ഗൾഫ് പോലുള്ള കൺട്രികളിൽ അവരെ ബിസിനസ് മാനുഫാക്ചറിങ് സെന്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി റോ മെറ്റീരിയൽ, ചീപ്പർ റേറ്റ്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇമ്പോർട്ടൻസിൽ വരുന്ന വേറൊരു പോയിന്റ് ആണ് ഗ്രേറ്റർ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് ഓർ റോ മെറ്റീരിയൽ. ദെൻ ഇന്റർനാഷണൽ ബിസിനസ് ഓൾസോ പ്രൊവൈഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, റിഡക്ഷൻ ഇൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് പല കൺട്രികളിൽ ലേബർ കോസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ചൈനക്ക് എന്തുകൊണ്ടാണ് ലീസ്റ്റ് കോസ്റ്റിന് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമ്മൾ ചൈനീസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ഇത് ചൈനേന്റെതാന്ന് പറയുമ്പോൾ നമ്മളൊരു കൺസംഷൻ, നമ്മളൊരു എസംഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വില കുറവായിരിക്കും അല്ലെ. ചൈനീസ് പ്രൊഡക്റ്റ് അങ്ങനെയാണ്, വില കുറവാണ്, എന്തെങ്കിലും ചീത്തയായി പോയാൽ പിന്നെ അത് നന്നാക്കാൻ വേണ്ടി പറ്റൂല, അങ്ങനെയല്ല നമ്മൾ ആദ്യം തന്നെ ചൈനീസ് പ്രോഡക്റ്റ് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുക. എന്തുകൊണ്ടായിരിക്കും ചൈനീസ് പ്രോഡക്റ്റിന് കുറച്ച് വില കുറയാൻ കാരണം? എന്തായിരിക്കും? അറിയോ? അറിയില്ലേ നിങ്ങൾക്ക്? നമ്മള് ചൈനീസ് പ്രോഡക്റ്റ് ഒന്ന് വാങ്ങുന്നത് കുറവായിരിക്കും അല്ലെ. എന്നാലും എന്തുകൊണ്ടായിരിക്കുമോ ചൈനയുടെ പ്രോഡക്റ്റിന് വില കുറച്ച് കിട്ടാൻ കാരണം? എങ്ങനെയാണ്? ക്വാളിറ്റി കുറവുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട്. ക്വാളിറ്റി കുറവുള്ളതെന്ന് പറയാൻ പറ്റൂല. അതായത് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞെന്ന് പറയാൻ വേണ്ടി പറ്റൂല. ചൈനയില് നിങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് ചൈനയുടെ കേസ്. ചൈന ശരിക്കും നമ്മൾ എത്ര വലിയ പ്രോഡക്റ്റ്, ഇപ്പൊ നമ്മൾ ചൈനയിൽ നിന്ന് എന്താ ഇമ്പോർട്ട് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ്, അത് വലിയ പൈസന്റെ പ്രോഡക്റ്റ് ആയാലോ അത് മെജോറിറ്റി അവരതിന്റെ കമ്പോണൻസ് അവരെന്താ പറയാ കോട്ടേജ് ഇൻഡസ്ട്രി പോലെ അവരെ വീടുകളിൽ വെച്ചിട്ടായിരിക്കും. ശരിക്കും ഒരു വെഹിക്കിൾ ആണെങ്കിൽ തന്നെ അതിന്റെ ഓരോരോ പാർട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ഫാമിലിനെയാണ് അവർ മെയിൻ, അങ്ങനെയാണ് അവര് ബിസിനസ് ട്രിക്ക്. അല്ലാതെ എല്ലാം ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യല്ല ചെയ്യുന്നത്. ചെറിയ ചെറിയ പൈസക്ക് ഓരോ ഫാമിലി, ഒരു കോട്ടേജ് ഇൻഡസ്ട്രി പോലെ ഓരോ പാർട്ട് ഉണ്ടാക്കാൻ ഓരോരോ ആൾക്കാരെ ഏൽപ്പിക്കുകയോ ചെയ്യാം. അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ
ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും എത്രയോ കുറവായിരിക്കും അതിന്റെ പാർട്സ് ഉണ്ടാക്കുന്നവർ അതിൽ എക്സ്പെർട്ട് ആയിരിക്കും. ഇപ്പൊ ഒരാൾ ഇപ്പൊ ടയർ ആണെങ്കിൽ അതിൽ ആ ഒരു ഫാമിലി അതിൽ എക്സ്പെർട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെ അവർക്ക് ലീസ്റ്റ് കോസ്റ്റിൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയല്ല, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. പിന്നെ അതേപോലെ ലേബർ കോസ്റ്റ് വളരെ കുറവ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ക്വാളിറ്റി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ക്വാളിറ്റി ഉണ്ട് അല്ലെ, ക്വാളിറ്റി ഉണ്ട്. പക്ഷെങ്കിൽ എന്നാലും നമ്മൾ ചൈനനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വില കുറയാനുള്ള കാരണം പറഞ്ഞത് ഇതാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, മെറ്റീരിയൽ ചെറിയ പ്രൈസിന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് പറഞ്ഞത് ഇന്റർനാഷണൽ ബിസിനസ്സിലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇന്ത്യയിൽ കോസ്റ്റ് കൂടുതലാണെങ്കിൽ, ഇപ്പോ ഇന്ത്യയിൽ കോസ്റ്റ് കൂടുതലുള്ള ഒരു പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതൽ വരുന്നു. അപ്പൊ ഇന്ത്യയിലുള്ള ബിസിനസ്മാന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫോറിൻ കൺട്രിയിൽ പോയി പ്രൊഡ്യൂസ് ചെയ്യാം. എവിടെയാണ് റോ മെറ്റീരിയൽ ചീപ്പർ റേറ്റിന്, ലേബർ റേറ്റ് ചീപ്പർ കോസ്റ്റ് വരുന്നത്, അവിടെ വെച്ച് നമ്മൾ പ്രൊഡക്ഷൻ നടത്താം. അപ്പോ നമ്മൾക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ചെലവുണ്ടാവുമെങ്കിലും പിന്നെ അതൊരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ ഗ്രാജുവലി ആ എമൗണ്ട് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾക്ക് ഇന്റർനാഷണൽ ബിസിനസ് വഴി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ ഇന്റർനാഷണൽ ബിസിനസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് ഗവൺമെന്റ് റവന്യൂ ടു ഗവൺമെന്റ്. അതായത് ഇന്ത്യയിൽ ഇങ്ങനെയാ ഗവൺമെന്റിന് റവന്യൂ കിട്ടുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇന്ത്യയിൽ മെയിൻ ആയിട്ട് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമുക്ക് പറയാം. ആദ്യത്തെ ഏറ്റവും ക്ലാസിക്കൽ സ്റ്റേജ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ടും ആയിരുന്നു. ആദ്യത്തെ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാല് റോ മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്യുക, ഫിനിഷ്ഡ് ഗുഡ്സ് ഫോറിൻ കൺട്രിയിൽ എക്സ്പോർട്ട് ചെയ്യുക. അവിടെ ഈ രണ്ട് കൺട്രികൾ തമ്മിൽ വരുന്നുണ്ട് അല്ലെ. ഇന്ത്യയും അമേരിക്ക ആണെങ്കിൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സ് അമേരിക്കയിൽ എക്സ്പോർട്ട് ചെയ്യുന്നു, റോ മെറ്റീരിയൽ ആവശ്യമുള്ളത് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ രണ്ട് കൺട്രികൾ തമ്മിലുള്ള ട്രേഡ് കമേഴ്ഷ്യൽ ആക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് റവന്യൂ കൊടുക്കുക ഗവൺമെന്റിന്? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. അതേപോലെ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടി, ടാക്സ് അല്ലെ, വെറുതെ ഒന്നും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മളെ ഗവൺമെന്റിലേക്ക് ടാക്സോ കാര്യങ്ങളൊക്കെ അടക്കാനുണ്ട്. അപ്പൊ ടാക്സ് ഒക്കെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും. അപ്പൊ അത് ടാക്സ് ഒക്കെയാണ് ഗവൺമെന്റിന്റെ റവന്യൂ ആയിട്ട് വരുന്നത്. അപ്പൊ ഇതാണ് ഗവൺമെന്റിന് ഇന്റർനാഷണൽ ബിസിനസിന്റെ കൊണ്ടുള്ള ഇമ്പോർട്ടൻസ്. ഗവൺമെന്റിന് മാത്രമല്ല ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞത്. ഓക്കെ ആണെന്ന് കരുതുന്ന പോയിന്റ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നത് തന്നെയാണ്. അവയർനെസ് അബൌട്ട് ഡിഫറെന്റ് കൺട്രീസ്, ഫെസിലിറ്റേറ്റ് ഗ്ലോബലൈസേഷൻ, ഡിഫ്യൂഷൻ ഓഫ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ഓഫ് ടെക്നോളജി, കോമ്പറ്റേറ്റീവ് എൻവയോൺമെന്റ്, ഹാർമണിയസ് റിലേഷൻഷിപ്പ്. ഹാർമണിയസ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സൗണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺട്രീസ്, ബെറ്റർ യൂസ് ഓഫ് കൺട്രീസ് റിസോഴ്സസ്, rate of economic development, stability of prices, greater availability of goods, greater employment opportunities, reduction in cost of production, contribution to government revenue. Then one more topic also. We know what is international business. Same like there is a company that is multinational corporation. Shortly we can say that MNC, multinational company എന്ന് പറയും. Multinational company. Best example Coca-Cola പറഞ്ഞു. ഇന്റർനാഷണൽ ബിസിനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ആർ ലാർജ് എന്റർപ്രൈസ്, ഹ്യൂജ് ക്യാപിറ്റൽ ഒക്കെയുള്ള കമ്പനികളായിരിക്കും മൾട്ടിനാഷണൽ കമ്പനി. ക്യാപിറ്റൽ എത്ര പറയാ, ക്രോർസ് ആൻഡ് ക്രോർസ് ഒക്കെ എമൗണ്ട് ആയിരിക്കും അതിന് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. ദേ ഓപ്പറേറ്റ് ഇൻ മെനി കൺട്രി. പല പല കൺട്രികളിൽ അതിന്റെ ബിസിനസ് പല കൺട്രികളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. They are primarily managed by their headquarters. പക്ഷെ അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഹെഡ്ക്വാർട്ടേഴ്സ് എന്നായിരിക്കും. ഹെഡ്ക്വാർട്ടർ ഈസ് ബേസ്ഡ് ഇൻ വൺ കൺട്രി. അപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു കൺട്രിയിലാണ് ഉണ്ടാവുക, പക്ഷെ ബ്രാഞ്ചസ് പല പല കൺട്രികളിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതർ ഓപ്പറേറ്റിംഗ് ഫെസിലിറ്റീസ് ആർ ബേസ്ഡ് ഇൻ അതർ കൺട്രി. ചിലപ്പോൾ ബിസിനസ് എല്ലാ കൺട്രികളിലും മാനുഫാക്ചറിങ്ങും മാർക്കറ്റിംഗും ഒക്കെ നടത്തുന്നുണ്ടാവാം. അത് കൺട്രീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാ. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനി എന്താണെന്ന് അറിയില്ലേ നിങ്ങൾക്ക്? മൾട്ടിനാഷണൽ കമ്പനി മനസ്സിലായില്ലേ? ഡൊമസ്റ്റിക് കമ്പനിയും ഉണ്ട്, മൾട്ടിനാഷണൽ കമ്പനിയും ഉണ്ട്. ക്ലിയർ അല്ലേ? ഇന്റർനാഷണൽ കമ്പനീസിന് പറയുന്ന പേരാണ് മൾട്ടിനാഷണൽ കമ്പനി. ഇന്റർനാഷണൽ ബിസിനസ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്. ദെൻ ഇന്റർനാഷണൽ കമ്പനീസ് ആർ നോൺ ആസ് മൾട്ടിനാഷണൽ കമ്പനി. ഓക്കെ അല്ലേ? പ്രത്യേകിച്ച് മീനിങ് വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ. കൊക്കക്കോളയും നമ്മൾക്ക് അറിയുന്ന അല്ലെ, പിന്നെ KFC എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. അതൊക്കെ മൾട്ടിനാഷണൽ കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനി ഒന്നും അല്ല, ഫോറിൻ കമ്പനിയാണ്. അപ്പൊ അതിന്റെ ബ്രാഞ്ചസ് ഇന്ത്യ പോലുള്ള പല കൺട്രികളിലും ഉണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ കൺട്രീസിൽ അതിന്റെ ശരിക്കും അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഒരു കൺട്രിയിലായിരിക്കും. അതിന്റെ എന്താ പറയാ
ഡൊമസ്റ്റിക് കൺട്രിയിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് സാധാരണ ഉണ്ടാവുന്നത്. പക്ഷെ ഇറ്റ് എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഇൻ ഡിഫറെന്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. പല സ്ഥലങ്ങളിൽ, ലോകത്തിൽ പല ഭാഗത്തും കൺട്രികളെ ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, ബിസിനസ് നടത്തുന്നുണ്ട്, മാർക്കറ്റിംഗ് കാണാൻ വേണ്ടി പറ്റും. അതാണ് മൾട്ടിനാഷണൽ കമ്പനി. പിന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ എന്തിനാ തുടങ്ങിയെന്നുള്ളത്, ഇപ്പൊ ഇന്ത്യയിൽ മാത്രം ബിസിനസ് നടത്തുന്ന ഒരു കമ്പനി, why that company goes for searching some other company for this type of purchase and selling of goods and services? What is the reason for market what is the reason for this internationalization? എന്തായിരിക്കും? Why do this type of companies become multinational company? What is the reason for becoming a national company to international one? What is the main reason? എന്തായിരിക്കും? അതാണ് ഇവിടെ ഉള്ളത്. റിസോഴ്സസിന്റെ അൺഅവൈലബിലിറ്റീസ്. ഏതാണ്? എന്താ പറഞ്ഞത്? റിസോഴ്സസിന്റെ അൺഅവൈലബിലിറ്റി. യെസ്, അൺഅവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് ഇൻ ഡൊമസ്റ്റിക് കൺട്രി അല്ലെ. നോൺ അവൈലബിലിറ്റി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി റോ മെറ്റീരിയൽ അറ്റ് ചീപ്പർ റേറ്റ് ഇൻ ഫോറിൻ കൺട്രി. അതാണ് ഒരു റീസൺ. മൾട്ടിനാഷണൽ കമ്പനി ആവാനുള്ള റീസൺ, ഇപ്പോ കൊക്കക്കോള ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ കൊക്കക്കോളയുടെ റോ മെറ്റീരിയൽ വാട്ടർ ആണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ വാട്ടർ റിസോഴ്സസ്, ക്വാളിറ്റി വാട്ടർ എന്താണ്, ചീപ്പർ റേറ്റിന് അവൈലബിൾ ആകുന്നുണ്ടാകും. അതായിരിക്കും ഇന്ത്യ സെലക്ട് ചെയ്യാനുള്ള റീസൺ, ഇന്ത്യയിൽ വന്ന് ബിസിനസ് നടത്താനുള്ള റീസൺ. അപ്പൊ ഒന്നാമത്തെ അഡ്വാൻറ്റേജസിൽ പറയുന്നു, ടു ടേക്ക് ദി ബെനിഫിറ്റ് ഓഫ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. നിങ്ങൾക്കറിയാം, വി നോ മൾട്ടിനാഷണൽ കമ്പനി മീൻസ് ദീസ് ആർ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ. സോ ദീസ് ടൈപ്പ് ഓഫ് കമ്പനി ഓൾസോ പ്രൊഡ്യൂസ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി. അല്ലെ, ഇന്ത്യയിൽ മാത്രമല്ല സെയിൽ ചെയ്യുന്നത്, പല കൺട്രികളിൽ സെയിൽ നടത്തണം. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, അത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ക്യാൻ അവെയിൽ ദി അഡ്വാൻറ്റേജസ് ഓഫ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്താന്ന് ഞാൻ പറഞ്ഞു, ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസിനെയാണ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയാം. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനി ക്യാൻ ടേക്ക് ദി ബെനിഫിറ്റ് ഓഫ് ഇക്കണോമീസ് ഓഫ് സ്കെയിൽ. അപ്പൊ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ അഡ്വാൻറ്റേജ് കിട്ടുമോ അതൊക്കെ മൾട്ടിനാഷണൽ കമ്പനിക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. That is one of the reason for becoming multinational company. Then to protect themselves. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ ഒരു കമ്പനി, നേരത്തെ ഞാൻ ഒത്തിരി എക്സാമ്പിൾ പറയാം, ഇന്ത്യയിൽ മാത്രം ഒരു ഡൊമസ്റ്റിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മാത്രം ബിസിനസ് ഉള്ള കമ്പനി. അപ്പൊ ഇന്ത്യയിലുള്ള എന്ത് കണ്ടീഷനും ആ കമ്പനീനെ ബാധിക്കുന്നുണ്ട്, ഇന്ത്യയിലുള്ള ബിസിനസ് സൈക്കിൾ ആ കമ്പനീനെ ബാധിക്കും. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പല കൺട്രികളിൽ ബിസിനസ് ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു നെഗറ്റീവ് ലോസ് ഉണ്ടായാലും വേറെ ഒരു അമേരിക്കയിലോ അല്ലെ ചൈനയിലോ ബിസിനസ് ഉണ്ടെങ്കിൽ ആ ചൈനയിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ത്യയിലുള്ള ലോസും ചൈനയിലുള്ള പ്രോഫിറ്റും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒരു പരിധിവരെ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് ടു പ്രൊട്ടക്ട് ദംസെൽഫ് എന്ന് പറഞ്ഞാല്. ഇപ്പൊ ഇന്ത്യയിൽ ഡിമോണിറ്റൈസേഷൻ വന്നു അല്ലെ, കറൻസി വിഡ്രോ ചെയ്തു, കറൻസി നോട്ട് നിരോധിച്ച സമയം അല്ലെ, ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ മാത്രമുള്ള ബിസിനസ്. അപ്പൊ പെട്ടെന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്യുമ്പോൾ ആ ബിസിനസ്സിന് ആ കറൻസി റേറ്റിലൊക്കെ നല്ല ഫ്ലക്ച്വേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള ബിസിനസ്സിന് അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ. പക്ഷെ അതേ ബിസിനസ് അതിന്റെ പല ബ്രാഞ്ച് പല കൺട്രിയിൽ ഉണ്ടെങ്കിൽ ആ ഒരു നഷ്ടം അതിന് അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുമായിരുന്നില്ല. കാരണം ഇന്ത്യയില് ഇപ്പം ഫിനാൻസിൽ ഇങ്ങനെ കറൻസി എന്താ പറയുക ഡിമോണിറ്റൈസേഷൻ വന്നു. പക്ഷെ അമേരിക്കയിലോ ബാക്കിയുള്ള കൺട്രീസിലോ നല്ല രീതിയിൽ ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള ബിസിനസ്സിൽ നഷ്ടം വന്നാൽ അമേരിക്കയിലുള്ള ബിസിനസ്സിന് പ്രോഫിറ്റ് വെച്ച് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് രണ്ടാമത്തേത് പോയിന്റ് പറയുന്നത്, ടു പ്രൊട്ടക്ട് ദംസെൽഫ്. ഓക്കെ, ബിസിനസ് എന്ന് തന്നെ അവരൊക്കെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ടാപ്പ് ദി ഗ്രോയിങ് വേൾഡ് മാർക്കറ്റ്. പിന്നെ വേൾഡ്, നമ്മൾ ഇന്ത്യയിൽ മാത്രം സെയിൽ ചെയ്താൽ നമ്മളെ പ്രോഡക്റ്റിന്റെ കൺസ്യൂമേഴ്സ് ഇന്ത്യയിലുള്ള ആൾക്കാർ മാത്രമായിരിക്കും. അപ്പൊ വേൾഡ് മാർക്കറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലോകത്തിൽ മുഴുവൻ നമ്മളെ പ്രോഡക്റ്റ് അറിയപ്പെടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബിക്കം മൾട്ടിനാഷണൽ വൺ അല്ലെ, നമ്മൾ ഇന്റർനാഷണലൈസ് നടത്തിയാൽ മാത്രമേ അത് അറിയപ്പെടുള്ളൂ. അതാണ് ടു ടാപ്പ് ദി ഗ്രോയിങ് വേൾഡ് മാർക്കറ്റ്. ദെൻ റെസ്പോൺസ് ടു ഇൻക്രീസ്ഡ് ഫോറിൻ കോമ്പറ്റീഷൻ. അതായത് ഫോറിൻ കോമ്പറ്റീഷൻ ഇപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ ഫോറിൻ കോമ്പറ്റീഷൻ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള ഒരു കമ്പനി, ഇന്ത്യയിൽ ഇപ്പൊ ഫോറിൻ കോമ്പറ്റീഷൻ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ആ കമ്പനി എന്ത് ചെയ്യും, ആ കമ്പനി ചിലപ്പോൾ കോമ്പറ്റീഷനെല്ലാം കുറഞ്ഞ വേറൊരു കൺട്രിയിലേക്ക് മാറിപ്പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ കോമ്പറ്റീഷൻ കൂടുതലായിട്ട് നമ്മൾ ഡൊമസ്റ്റിക് കൺട്രിയിൽ വരുമ്പോൾ നമ്മൾ എന്തായാലും വേറൊരു കൺട്രിയിലോ
ഇപ്പൊ അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ കോമ്പറ്റീഷന്റെ എന്താ പറയാ, ഇൻക്രീസ് കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഇന്റർനാഷണലൈസേഷൻ, മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് നമ്മൾ മാറും. നമ്മളെ ബിസിനസ് വേറെ പല കൺട്രികളിലും എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള റീസൺ ഉണ്ട്. അപ്പൊ അവിടെയും കോമ്പറ്റീഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇവിടെ കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ടല്ലേ വേറെ കൺട്രിയിൽ പോയി ചെല്ലുന്നത്, അപ്പൊ അവിടെയും കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പൊ സാധാരണ ഇവിടെ നമ്മൾ ബിസിനസ്സിൽ നമ്മളൊരു ടേം യൂസ് ചെയ്യാനുണ്ട്, ഡംപിങ്. ഡംപിങ് എന്ന് പറയുന്ന ഒരു ടേം സാധാരണ ബിസിനസ് മാനിന്റെ ഒരു ട്രിക്കാണത്. ഡംപിങ് എന്ന് പറഞ്ഞാല് ആർക്കും അറിയാം ഡംപിങ്ങിന്റെ മീനിങ്. വേസ്റ്റ് ഡംപിങ് എന്നെല്ലാം കേട്ടിട്ടുണ്ടാവും. ഡംപിങ് എന്ന് പറയാൻ മലയാളത്തില് തള്ളുക അല്ലെ, ഡിസ്പോസലിനുള്ള മീനിങ് ആണ്. ഡംപിങ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ടെക്നിക്കാ. ഇപ്പൊ ഇന്ത്യയില് ഇന്ത്യയിലുള്ള ഒരു സപ്ലയർ, അപ്പൊ ഡംപിങ് എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ത്യയിൽ 10 രൂപക്ക് വിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് അമേരിക്കയിൽ പോയിട്ട് അയാൾ അത് 8 രൂപക്ക് സെയിൽ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡംപിങ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്ത്യയിൽ 10 രൂപക്കാണ്, ഇപ്പൊ ഇന്ത്യയിലെ ആൾക്കാർ വാങ്ങുന്നില്ല, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ട്, ചെറിയ പ്രൈസിന് കിട്ടുന്നുണ്ട്. അപ്പൊ അയാൾ വേറൊരു മാർക്കറ്റ് തേടി അമേരിക്കയിൽ ചെന്നിട്ട് അയാൾ 10 രൂപക്കല്ല വിൽക്കുന്നത്, ആ പ്രോഡക്റ്റ് ലോവർ റേറ്റിന് 8 രൂപക്കോ 7 രൂപക്കോ സെയിൽ ചെയ്യും. അപ്പൊ അയാൾക്ക് അമേരിക്കൻ മാർക്കറ്റ് ക്യാച്ച് ചെയ്യാൻ, ഒരു മാർക്കറ്റ് ക്യാച്ച് ചെയ്താൽ പിന്നെ പ്രോബ്ലം ഇല്ല, വില കൂട്ടുന്നതിന് വലിയ ബുദ്ധിമുട്ട് വരില്ല. അപ്പൊ അതാണ് ഇൻക്രീസ്ഡ് റെസ്പോൺസ് ടു ഇൻക്രീസ്ഡ് ഫോറിൻ കോമ്പറ്റീഷൻ. ഫോറിൻ കോമ്പറ്റീഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിനാഷണൽ കമ്പനികളായി മാറും. ദെൻ റെഡ്യൂസ് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, പല കൺട്രികളിലും റോ മെറ്റീരിയല് ചീപ്പർ റേറ്റിന് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആ കൺട്രികളിൽ തന്നെ മാനുഫാക്ചറിങ് സെന്റേഴ്സും മാർക്കറ്റിംഗ് സെന്റേഴ്സും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ഒരു ഇന്ത്യയിലുള്ള കമ്പനി പിന്നെ UAE മാനുഫാക്ചറിങ് കോളിന്റെ മാനുഫാക്ചറിംഗ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു മൾട്ടിനാഷണൽ കമ്പനിയാ. ആ കമ്പനി വേറൊരു കൺട്രിയിലും കൂടി ബ്രാഞ്ച് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടു റെഡ്യൂസ് ദി ഇമ്പാക്ട് ഓഫ് താരിഫ് കുറക്കാൻ വേണ്ടിയിട്ട്. താരിഫ് കുറക്കുക എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ലാന്ന് തോന്നുന്നു. താരിഫ് എന്ന് പറഞ്ഞാൽ ടാക്സ് റിലേറ്റഡ് ബാരിയേഴ്സാ. ഇപ്പൊ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ നടത്തുമ്പോൾ, ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യാന്ന് കരുതിക്കോ. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള റോ മെറ്റീരിയൽ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് നമ്മൾ ടാക്സ് കൊടുക്കണം അല്ലെ. റോ മെറ്റീരിയൽ വേറെ കൺട്രിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് പ്രൊഡക്ഷൻ ഒക്കെ നടത്താൻ വേണ്ടി പറ്റും. പക്ഷെ ടാക്സ് കൊടുക്കണം. ചിലപ്പോൾ ടാക്സ് 100%, 125% ഒക്കെ ടാക്സ് കൊടുക്കേണ്ടി വരും. 100% ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1 കോടിന്റെ കമ്മോഡിറ്റി ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ 100% ടാക്സ് എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ ഇന്ത്യ ഗവൺമെന്റ് ടാക്സും കൊടുക്കണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 കോടി രൂപ ഈ പറയുന്ന ഇമ്പോർട്ടർക്ക് ചെലവ് വന്നു. അതിന് പകരം ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം കമ്പനി എന്ത് ചെയ്യുന്നു, ചൈനയിൽ ഒരു ബിസിനസ് തന്നെ തുടങ്ങുന്നു, മാനുഫാക്ചറിംഗ് സെന്റർ തുടങ്ങുന്നത്. അപ്പൊ താരിഫ് കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ബിസിനസ് തുടങ്ങേണ്ട ചെലവേ ഉള്ളൂ. ഗവൺമെന്റിൽ ഇങ്ങനെ ഇടക്കടിയുള്ള ടാക്സ് കാര്യങ്ങൾ കൊടുക്കണ്ട. അതോ എന്നേക്കുള്ള ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നമ്മൾക്കൊരു അഡ്വാൻറ്റേജും ആണ്, ഒരു അസറ്റ് ആണ്. നമ്മളെ ബിസിനസ് ചൈനയിൽ ഉണ്ട്. അപ്പൊ താരിഫ് അല്ലെങ്കിൽ താരിഫിന്റെ ഇമ്പാക്ട് ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് മൾട്ടിനാഷണൽ കമ്പനികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വേറൊരു കമ്പനിയിൽ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുതലായിട്ട് വരും, ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അവിടെ നമ്മുടെ ബിസിനസിന്റെ യൂണിറ്റ് തന്നെ നമുക്ക് തുടങ്ങിയാൽ നമുക്ക് താരിഫിന്റെ അകത്തു നിന്നുള്ള ഇമ്പാക്ട് കുറക്കാൻ വേണ്ടി പറ്റും. ദെൻ ടു ടേക്ക് ദി അഡ്വാൻറ്റേജസ് ഓഫ് ടെക്നോളജി മൾട്ടിനാഷണൽ കമ്പനികൾക്ക് പുതിയ ന്യൂ ടെക്നോളജി എക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ പുതിയ ടെക്നോളജികൾ എക്വയർ ചെയ്യുന്നുണ്ട്, പുതിയ ടെക്നോളജിയുടെ അഡ്വാൻറ്റേജ് അവൈലബിൾ ആകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഇമ്പോർട്ടൻസിൽ വരുന്നത്. അത് തന്നെയാണ് ഫീച്ചേഴ്സ് ഏകദേശം നിങ്ങൾക്ക് അറിയാം അല്ലെ. പോയോ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫീച്ചേഴ്സ്? ഓക്കെ അല്ലേ? പെട്ടെന്ന് ഞാൻ ഷെയർ ചെയ്യുന്നിടത്തുനിന്ന് പോയതാണ് തോന്നി. ഇത്രയാണ് മൾട്ടിനാഷണൽ കമ്പനികളിൽ വരുന്നത്. പിന്നെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ഫീച്ചേഴ്സ് ആണ്, മൾട്ടിനാഷണൽ കമ്പനി ലാർജ് സൈസ് ആണ്, സാധാരണ കമ്പനി പോലെയല്ല, ഹ്യൂജ് ക്യാപിറ്റൽ ഉണ്ട്, സെയിൽസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ മൾട്ടിനാഷണൽ കമ്പനി എന്നാണ് പറയുന്നത്, ലാർജ് സ്കെയിൽ ഓർഗനൈസേഷൻ ആണ്. പിന്നെ many MNCs depends to a large extent on the foreign sale. അല്ലെ, മൾട്ടിനാഷണൽ കമ്പനിയിൽ അവര് സെയിൽസിന്റെ മെജോറിറ്റി പോർഷൻ ഫോറിൻ സെയിൽ ആയിരിക്കും. അല്ല, ഇന്ത്യയിലുള്ള മൾട്ടിനാഷണൽ കമ്പനി ആണെങ്കിൽ സെയിൽസിന്റെ ചിലപ്പോൾ 20% സെയിൽസ് മാത്രമേ ഇന്ത്യയിൽ ഉണ്ടാവും, ബാക്കി 80% ഫോറിൻ കൺട്രിയിലായിരിക്കും സെയിൽസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ മൾട്ടിനാഷണൽ കമ്പനീസ് ആർ മൾട്ടി പ്രോഡക്റ്റ് എന്റർപ്രൈസ്.
യൂഷ്വലി മെജോറിറ്റി ഓഫ് മൾട്ടിനാഷണൽ കമ്പനി കോൺസെൻട്രേറ്റ് ഓൺ മെനി പ്രോഡക്റ്റ്. ഒറ്റ പ്രോഡക്റ്റ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുക, ഒത്തിരി പ്രോഡക്റ്റ്, കുറെ വേറെ വേറെ വെറൈറ്റീസ് ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും മൾട്ടിനാഷണൽ കമ്പനീസ്. പിന്നെ അതേപോലെ തന്നെ ദ മെയിൻ സ്ട്രെങ്ത് ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ഈസ് ദർ കമാൻഡ് ഓവർ എന്താണ് ട്രമൻഡസ് മാർക്കറ്റ് പവേഴ്സ്. അതായത് മൾട്ടിനാഷണൽ കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അതായത് ഇപ്പൊ ഇന്ത്യയില് ഉള്ളൊരു കമ്പനി, ആ കമ്പനി ശരിക്കും അമേരിക്കൻ കമ്പനിയാ, അത് പക്ഷെ ഇന്ത്യയിലാണ് ഉള്ളത്. പക്ഷെ ഇന്ത്യയിലുള്ള മാർക്കറ്റിൽ അതിന്റെ കമാൻഡിങ് പവർ, അതിന്റെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ഇത്ര എന്നുള്ളത് തീരുമാനിക്കുന്നതിൽ ആ കമ്പനിയുടെ എന്താ പറയാ പവർ ഉണ്ട്. അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കമ്പനി ഇന്ത്യൻ കമ്പനി അല്ല അല്ലെ, കമ്പനി അമേരിക്കൻ കമ്പനി ആയിരിക്കും, പക്ഷെ ഇന്ത്യൻ മാർക്കറ്റിൽ അതിന്റെ പ്രൈസ് ഇത്രാന്ന് തീരുമാനിക്കുന്നതിൽ ആ കമ്പനിക്ക് ഒരു പവർ ഉണ്ട്. അപ്പൊ മൾട്ടി നാഷണൽ കമ്പനിയുടെ മെയിൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ കമാൻഡിങ് പവർ ആണ്, മാർക്കറ്റിംഗ് പവർ ആണ്, ടെക്നോളജി. പിന്നെ വരുന്നത് മൾട്ടിനാഷണൽ കമ്പനീനെ എഫക്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്, കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഫാക്ടേഴ്സ് ഒക്കെ മൾട്ടിനാഷണൽ കമ്പനീനെ എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു അമേരിക്കൻ കമ്പനി ഇന്ത്യയിലേക്ക് വന്ന് ബിസിനസ് നടത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മളെ പൊളിറ്റിക്കൽ സിസ്റ്റം, നമ്മളെ കസ്റ്റമേഴ്സ്, നമ്മളെ സപ്ലയേഴ്സ്, ഇന്ത്യയിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ ഗവൺമെന്റിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ, ഇന്ത്യയിലുള്ള കോമ്പറ്റീറ്റേഴ്സ്, ഇതെല്ലാം ഇന്ത്യയിലുള്ള എൻവയോൺമെന്റ് അല്ലെ, ഇന്ത്യയിലുള്ള ബിസിനസ് എൻവയോൺമെന്റ് എല്ലാം മൾട്ടിനാഷണൽ കമ്പനീനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനി ഇതിനൊക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ മൾട്ടിനാഷണൽ കമ്പനീനെ ഇഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ മൾട്ടിനാഷണൽ കമ്പനി ഡ്രോ ഓൺ എ കോമൺ പൂൾ ഓഫ് റിസോഴ്സസ് ഇൻക്ലൂഡിംഗ് അസറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇൻഫർമേഷൻ, ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ മൾട്ടിനാഷണൽ കമ്പനിയുടെ പൂൾ ഓഫ് റിസോഴ്സസ് എന്ന് പറഞ്ഞാല് അസറ്റ് ഉണ്ടാവും, പല കൺട്രികളിൽ അസറ്റ് ഉണ്ടാവും, പല പ്രോഡക്റ്റിൽ പേറ്റന്റ് ഉണ്ടാവും, പല പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പേറ്റന്റ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്. ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് കേട്ടോ, നോ ഹൗ, പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ മെത്തേഡ് അറിയാം, പിന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാവും. ഇതൊക്കെയാണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്. ലാർജ് എന്താ പറയാ ഹ്യൂജ് അസറ്റ് ഉണ്ടാവും, പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നോ ഹൗ, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. പുതിയ ഇപ്പൊ കോവിഡിനെതിരായിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇപ്പോഴും പിന്നെ പല കമ്പനികളും ഇപ്പോഴും എക്സ്പെരിമെന്റ് നടത്തുന്നതാണ് അല്ലെ, പുതിയ മരുന്നുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പൊ അതാണ് പറഞ്ഞത്, ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ നോ ഹൗ, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്, പിന്നെ ഹ്യൂമൻ റിസോഴ്സ്, എഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസോ എഫിഷ്യന്റ് ആയിട്ടുള്ള ടീം ഓഫ് വർക്കേഴ്സ് ഉണ്ടാവും. അപ്പൊ അതാണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ വേറൊരു ഫീച്ചേഴ്സിൽ വരുന്നത്. മൾട്ടിനാഷണൽ കമ്പനിക്ക് ഒരു കോമൺ സ്ട്രാറ്റജി ഉണ്ട്, പല കൺട്രികളിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിലോ ഒരു കോമൺ സ്ട്രാറ്റജി ഉണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ കൺട്രികളെയും ബിസിനസ് തമ്മിൽ ഒരു എന്താ പറയാ ഒരു ഹാർമണിയില് ഒരു നല്ല റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതാണ് മൾട്ടിനാഷണൽ കമ്പനിയുടെ അഡ്വാൻറ്റേജസിൽ വരുന്നത്. പിന്നെ ഇവിടെ റീസെന്റ് ട്രെൻഡ് നിങ്ങൾ ആ ടേബിൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മൾട്ടിനാഷണൽ കമ്പനി കൊടുത്ത അസറ്റ് സെയിലാണ് $1 ബില്യൺ, ഫോറിൻ ഡൊമസ്റ്റിക് ടോട്ടൽ ഇതൊരു വേണമെന്നില്ല. മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു അസറ്റിന്റെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഒരു ഡീറ്റെയിൽ തന്നേ ഉള്ളൂ. 100 ലാർജസ്റ്റ് മൾട്ടിനാഷണൽ എന്റർപ്രൈസ് ഓഫ് ദി വേൾഡ്, അതിന്റെ മൾട്ടിനാഷണൽ കമ്പനിയുടെ ആ ഒരു സെയിലിന്റെ ഡീറ്റെയിൽസ് തന്നേ ഉള്ളൂ. ഫോറിൻ ഇത്ര സെയില്, എംപ്ലോയീസിന്റെ എണ്ണം $1 ബില്യൺ, 1000 ഓഫ് എംപ്ലോയീസ്, ഡൊമസ്റ്റിക് ടോട്ടൽ, ഒരു ടേബിൾ തന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നമ്മളെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നതിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളെ ഒരു ബ്ലോക്ക് കഴിഞ്ഞു. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി എടുക്കാം. ഇപ്പം ഇത് കട്ടാകും. ലാസ്റ്റത്തെ ലെസ് ദാൻ 1 മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഓക്കെ അല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്ലാസ് എപ്പായിരിക്കും മാം? നെക്സ്റ്റ് ക്ലാസ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യലില്ലേ? നെക്സ്റ്റ് ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ല മാം. ഞാൻ നിങ്ങളെ ഗ്രൂപ്പിൽ ഒന്നും തന്നെ ഇല്ല. ഞാൻ എന്നെ വിളിച്ച കുറെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ എന്റെ ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് ഞാൻ ഏതൊക്കെ ദിവസം എടുക്കാന്നുള്ളത് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ദിവസം പിന്നെ ആണ് വരിക. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസ് പ്രകാരം നിങ്ങൾക്കുള്ള ക്ലാസ് എന്റെ അടുത്ത എനിക്ക് പേഴ്സണൽ ആയിട്ട് അയച്ചു തന്ന ക്ലാസ്
എന്റെ കോണ്ടാക്ട് നമ്പർ തരാം. നോട്ട് ചെയ്തോളൂ. 8